ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണു. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. എനിക്കും ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിലൊക്കെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു കിച്ചൺ ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണമെന്ന് വിചാരിക്കണു. എന്ന് വെച്ചാൽ അടുക്കള വൃത്തിയില്ലാതെ കിടക്കുക എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഈ അടുക്കള കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് എന്നെ ഇരിക്കണം. അടുക്കള എന്താ പറയുക, അങ്ങോട്ട് അങ്ങനെ തിരിച്ചു വയ്ക്കണം ഇങ്ങനെ തിരിച്ചു വയ്ക്കണം എന്നൊക്കെ ഉണ്ടാവും. എന്നെ പോലെ തന്നെ ആയിരിക്കണം പലരും. ഞാൻ അതിൽ പെട്ട ഒരാളാണ് കേട്ടോ. എനിക്ക് ഓരോ മാസം ഓരോ മോഡൽ അടുക്കളയാണ് കേട്ടോ എൻ്റെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഉള്ള സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് അത് തന്നെയാണ് പണി. അപ്പോൾ അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ വീഡിയോ എടുക്കാമെന്നും വിചാരിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി അടുക്കളയൊക്കെ ഒന്ന് ഈ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടൊക്കെ കേട്ടോ. അടിച്ചു വരാറൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിങ്ങനെ അടുക്കി പെറുക്കി ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചിട്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഉള്ള ഭാഗം അടിച്ചു വാരിയിട്ട് അങ്ങനെ പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ അടുപ്പിൻ്റെ സ്ലാബ് ഉണ്ടല്ലോ, അടുപ്പ് കണ്ണി ഉണ്ടല്ലോ, അതിൻ്റെ മേലുള്ള ജനലിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് അവിടുത്തെ പൊടി മാറാലൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചെയ്യാറുള്ള തന്നെയാണ്, പക്ഷെ എന്നാലും ഇന്നും ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട്. അവിടെ വിളക്കും പിന്നെ അതുപോലെ തന്നെ കത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷമാണ് ഇനി ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, താഴെ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ വൃത്തിയാക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എത്ര പേര് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിലൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓയിൽ പൊട്ടിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുമല്ലോ, ആ കവർ എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് വെക്കും കേട്ടോ. അതിൽ കുറച്ച് ഓയിലും കൂടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾക്ക് ആ ഒഴിക്കണ സമയത്ത് അങ്ങനെ കിട്ടില്ല. കുറച്ച് ഒരു ദിവസം പിറ്റേ ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ഇറങ്ങി ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടിയാണ് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആളാണ്. അപ്പോൾ അത് കാരണം ഞാൻ ജനലും ഓയിൽ അങ്ങനെ വെച്ചിട്ടായിരുന്നു പാക്കേജ് കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ടുള്ളതിൻ്റെ പാക്കറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എലി വന്ന് തട്ടി മറിച്ചിട്ടിട്ട് ആ ഓയിൽ കംപ്ലീറ്റ് ഈ പാത്രങ്ങൾ വെക്കണതിൻ്റെ അത് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നീച്ച് ഞാൻ നോക്കിയപ്പോൾ അതിൽ നിറച്ച് ഉറുമ്പ് കേട്ടോ. കടിക്കണ ഉറുമ്പല്ല, അതിനൊരു അരിക്കണ ഒരു ഉറുമ്പുണ്ടല്ലോ എണ്ണയിലൊക്കെ വരുന്നത്, അങ്ങനത്തെ ഒരുമാതിരി ഉറുമ്പ് നിറച്ചും. പിന്നെ അതുപോലെ തന്നെ ആകെ അത് കൂടെ ആകെ സ്പ്രെഡായിരുന്നു കേട്ടോ ഓയിൽ പോയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പാത്രമൊക്കെ മാറ്റി കൊടുത്തു. അതാണ് മെയിൻ കാരണം, ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ മെയിൻ കാരണം അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യല, മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കാനെന്നുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ മോൾ ഭാഗത്ത് ഉണ്ടായിരുന്ന ഈ ചെമ്പും ചരക്കൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് പൊടിയൊക്കെ. അവിടെ ആണെങ്കിൽ ഒടുക്കത്ത പൊടിയായിരുന്നു കേട്ടോ. അവിടെ കുറേ ആയി എന്താ പറയുക അടിച്ചു വരായിട്ട്. ഞാൻ അവിടെ കുറേ ആയി എന്ന് പറയാൻ പറ്റില്ല, എന്നോട് അടിച്ചു വരാറന്നില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ ഭാഗം അടിച്ചു വാരിയിട്ട് തന്നെ ഇല്ല. അത്രയും പൊടിയായിരുന്നു കേട്ടോ, നിറച്ചും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ അതിൻ്റെ കമിഴ്ത്തി വെച്ച പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയൊക്കെ ഉണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കടിക്കണുണ്ടോ എന്നൊക്കെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുണ്ട് ഈ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, നിറയെ പൊടി മാറാലേ അതും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂലും കൊണ്ടൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം, വൃത്തിയാക്കി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കഴുകാനൊന്നും വെയ്യട്ടപ്പോൾ, കഴുകാനും കൂടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കണില്ല, കാരണം അത്രയും പാത്രങ്ങളുണ്ട് സാധനങ്ങളുണ്ട് കഴുകി വെക്കാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഒക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് വീണ്ടും അതത് സ്ഥലത്ത് തന്നെ ഒന്ന് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത്രേ ഉദ്ദേശിക്കണുള്ളൂ, വേറെ അതിൻ്റെ അപ്പുറമൊന്നും ആരും ഉദ്ദേശിക്കാൻ വേണ്ട, ഞാനും ഉദ്ദേശിക്കണില്ല കേട്ടോ. പിന്നെ ഈ അടുക്കള ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു പണി തന്നെയാണ് കേട്ടോ. ചെറിയ പണിയൊന്നുമല്ല, നല്ല പണി തന്നെയാണ്. കാരണം ചെറിയ അടുക്കളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ അടുക്കള എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, വലിയൊരു അടുക്കള തന്നെയാണ്. അത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെയാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ മെയിനായിട്ടും ഇതിനൊന്ന് ഇറങ്ങി തിരിക്കാത്തത്. പിന്നെ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഭാഗത്തൊന്നും ഞാൻ അടിച്ചു വരാറില്ലല്ലോ, അത് കാരണം അതിൻ്റെ ഇത് കാണാനും ഉണ്ട് കേട്ടോ. അത്രയും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കല്യാണത്തിന് എനിക്ക് കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തേക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂലും കൊണ്ടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ നിപ്പം അത്ര ശരിയല്ല കേട്ടോ, കാരണം അവിടെയാണ് ഓയിൽ പോയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഞാൻ തലകുത്തി താഴ്ത്തേക്ക് വീഴാം കേട്ടോ, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ചവിട്ടാനുള്ള തുണിയൊക്കെ ഇവിടെ കൊടന്നിട്ടു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ നിലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടന്നിട്ട് അതിനൊക്കെ പിന്നെ ഓയിലും പോവും, പിന്നെ ഞാൻ ആകെ വീഴ്ച തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. മുടിയൊന്നും അങ്ങനെ കെട്ടി വെച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടോ, കാരണം നല്ല ചൂടാണ്. ഇപ്പോൾ മഴയൊക്കെ പോയ കാരണം ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു പണി എടുത്തോണ്ടിരിക്കല്ലേ, അപ്പോൾ ഇത്തിരി ചൂട് അധികം ആവും. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് മേലെ കയറ്റി വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല
അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. എനിക്കാണെങ്കിൽ മുടി ഇങ്ങനെ മേലിൽ കൂടെ കിടന്ന് ഇഴയണമെന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതാണ് എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോസിലും കണ്ടിട്ടോ ഞാൻ അങ്ങനെ മുടി എപ്പോഴും മേലേക്ക് കയറ്റി വെച്ച് കെട്ടിയിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് മുടി പരത്തിയിടണമെന്ന് വിരുത്തിയിടണമെന്ന് ഇഷ്ടമല്ല. പിന്നെ എവിടേക്കെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ പോകണ്ടേന്നുള്ള രീതിയിൽ അങ്ങനെ കെട്ടി വെച്ചിട്ട് പോണതാണ്. അപ്പോൾ അതാ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ അടുപ്പും കണ്ണി ഉണ്ടല്ലോ, ഈ സ്ലാബ്, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പിന്നെ തുടയ്ക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാറുണ്ട് കേട്ടോ. എത്ര തുടച്ചാലും ഈ ഒരു അടുപ്പിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ള കളർ കേട്ടോ. വെള്ള കളറാണ്, കറുപ്പല്ലേ വെള്ള കളർ. അത് എന്താ അങ്ങനത്തെ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരുമാതിരി എന്തോ ഒരു കളറ്, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് എത്ര തുടച്ചാലും വീണ്ടും ആ ഒരു കളർ തന്നെ ആയിട്ട് വരും. അപ്പോൾ അത് കാരണം എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. കാരണം എത്ര തുടച്ചാലും ഇപ്പം അങ്ങനെ തന്നെ ആണല്ലോ കളർ. അപ്പോൾ തുടക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തും ഒക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഓയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒടുക്കത്ത കളറായിരുന്നു കേട്ടോ. കരി പിടിച്ചിട്ട് ആ കളറായിരുന്നു. കരിയല്ല, ഒരുമാതിരി എന്തോ ഒരു സംഭവം, എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. ഒരു 5-6 പ്രാവശ്യം തുടച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കിട്ടിയേക്കണം കേട്ടോ. എത്ര തുടച്ചാലും അത് മറ്റേ കളർ ഇങ്ങനെ ഇളകിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞാൻ തുടക്കൽ നിർത്തി, അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉണങ്ങട്ടെ, എന്നിട്ട് വേണം പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് പാത്രങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി അടുത്തത്. അവിടുത്തെ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് ഉണ്ട് കേട്ടോ. അത് ഈ ചട്ടിയും കാലൊക്കെ ഉണ്ടല്ലോ, ഈ കുടുക്കയും അതൊന്നും ഞങ്ങളുടെ അല്ല കേട്ടോ. അതൊക്കെ ഈ വീടിൻ്റെ ഓണറുടെയാണ്. അപ്പോൾ അവരതൊക്കെ എവിടെ വെച്ചിട്ട് പോയിരിക്കാനുണ്ടോ. ഇനി അവർ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് തൊട്ടടുത്തുള്ള ആ റൂമുണ്ടല്ലോ, ഒരെണ്ണം പൂട്ടിയിട്ടിരിക്കുന്ന റൂമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ സാധനങ്ങൾ. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും അവർ വെക്കാനായിട്ട് മറന്നു പോകുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാനെടുത്ത് താഴ്ത്തിക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു വട്ടം ചേഞ്ച് വരുത്തിയിട്ടുള്ളതാണ്, വീണ്ടും പൊടിയൊക്കെ പിടിച്ചു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വെള്ള കളർ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും അത്രയ്ക്ക് ചളി അഴുക്കൊന്നുമില്ല. കാരണം അവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ വെക്കണം, അപ്പോൾ അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 തട്ടുള്ളൊരു സംഭവം കണ്ടില്ല, അതും പിന്നെ ആ പാത്രങ്ങളൊക്കെ അവരുടെ തന്നെയാണ് കേട്ടോ. അത് ഞങ്ങളുടെ അല്ല. അപ്പോൾ അതിൽ അവരുടെ സാധനങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിലിനി ഞങ്ങളുടെ സാധനങ്ങൾ വെക്കണം, അതാണ് ഇപ്പം എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനത്തെ ചട്ടിയും കാലമൊക്കെ ഞാനൊന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും പൂപ്പലും നടക്കണം കേട്ടോ. ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് നിറയെ പൂപ്പലും പൊടിയൊക്കെ പിടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളത് എടുത്ത് ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. അവരുടെ സാധനങ്ങളൊന്നും ഇങ്ങനത്തെ ഈ ചട്ടിക്കാലൊന്നും ഞാൻ എടുത്ത് ഉപയോഗിക്കാറില്ല. അതൊക്കെ അവരുടെ സാധനങ്ങളല്ലേ, അപ്പോൾ അതിനൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വൃത്തിയാക്കി അവിടെ വെച്ചു. പിന്നെ എൻ്റെ ഉരുളി, അതാണ് കേട്ടോ അത് കണ്ടത്. ഇപ്പോൾ അതിൻ്റെ കിച്ചുവിൻ്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നാണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ 90 ആയിട്ട് വരുമല്ലോ, അപ്പോൾ എനിക്ക് തന്നാണ് കേട്ടോ ഉരുളിയൊക്കെ. അപ്പോൾ ഇത് ഈ കവറിൽ എന്തായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ, ഇന്നലല്ലേ ഞായറാഴ്ച വീട്ടിൽ പോയപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പച്ചരി കൊണ്ടുവന്നാണ് കേട്ടോ. അവിടെ പച്ചരി ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ബക്കറ്റിനുള്ള ആകെ വെക്കേണ്ടത്. ഈ ബക്കറ്റിലാണ് കേട്ടോ ഞാൻ പച്ചരിയൊക്കെ എടുത്ത് വെക്കാറുള്ളത്. മറ്റേ അപ്പുറത്തെ ബക്കറ്റിൽ അരി, നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, അത് ഇപ്പുറത്തെ ബക്കറ്റിൽ പച്ചരി, അങ്ങനെയൊക്കെയാണ് വെക്കുക. ഈ ചാക്കൊക്കെ റേഷൻ കടയൊക്കെ കൊണ്ടുപോകുന്ന ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വെച്ചു. അല്ലാതെ ഇപ്പോൾ ഇതൊക്കെ എവിടേക്ക് മാറ്റി വയ്ക്കാൻ, അതൊക്കെ അവിടെ തന്നെ ഇപ്പോൾ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഉണങ്ങണ ലക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ വീണ്ടും അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു താജ്മഹൽ പണി കിട്ടോ, അങ്ങനത്തെ ഒരു തത്രപ്പാടിലാണ് ഞാൻ. എങ്ങനെ മാറ്റം വരുത്തിയാലും എനിക്കൊരു തൃപ്തികരമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു ചിന്ത തന്നെയാണ് എപ്പോഴും മനസ്സിൽ. അപ്പോൾ മൊത്തത്തിൽ അടുക്കളയിൽ ഞാനൊരു ചേഞ്ച് വരുത്തണം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് വെയ്യ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഇട്ടിട്ട് പോവും ചെയ്യും കേട്ടോ. അതൊക്കെയാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിറച്ച് ഈ മറ്റേ ഗ്ലാസും പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ഒരു സംഭവം. അതൊക്കെ ഞാൻ അഴിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഫിറ്റിങ്ങൊക്കെ ഒന്ന് ഊരി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെയ്യണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുക്കളേനെ എത്ര വൃത്തിയാക്കിയാലും മതിയാവില്ല. കാരണം ഇതാണല്ലോ നമ്മുടെ സ്വർഗ്ഗരാജ്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനെ എത്ര വൃത്തിയാക്കിയാലും എങ്ങനെ വെച്ചാലും നമുക്കൊരു തൃപ്തികരമായിട്ടൊന്നും തോന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ ആർക്കാ ചേഞ്ച് ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്തൊരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ എന്നെ പോലെയുള്ള ചെറിയ വട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയത്തെ ചട്ടിയും കാലമൊക്കെ മാറ്റി നോക്കിയപ്പോൾ തമ്പുരാനെ ഒടുക്കത്ത പൊടി കേട്ടോ. ഞാൻ വിചാരിച്ചു ഈശ്വരൻ, ഞാൻ ഈ വീട്ടിൽ അടിച്ചു വരാറന്നില്ലേ, ഞാൻ വന്നതിന് ശേഷം ഇവിടെ അടിച്ചു വാരിയിട്ടില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടോ.
അത്രയും പൊടിയായിരുന്നു. കാരണം ഞാനിവിടെ ഇടയ്ക്കൊക്കെ തന്നെ അടിച്ചു വരാറുള്ളൂ ഇതിൻ്റെ അടിഭാഗം. അല്ല നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്ഥലമൊക്കെ എന്നും അടിച്ചു വാരെങ്കിൽ ഈ അടിഭാഗം നമ്മളിപ്പോൾ എന്താ പറയുക എന്നിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പഠിച്ചു വരുന്നില്ലല്ലോ. ഉണ്ടാവില്ലായിരിക്കും, ഞാൻ എന്തായാലും ചെയ്യണില്ല കേട്ടോ, എൻ്റെ കാര്യമില്ല എനിക്കറിയുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുത്തു. എന്നിട്ടൊന്ന് അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തിട്ടോ. എന്നിട്ട് ഈ കുടവും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ അടിക്ക് തന്നെ വെക്കണ്ടേ. എടുത്ത സാധനങ്ങൾ നമ്മൾ അതത് സ്ഥലത്ത് തന്നെ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ തന്നെ വെക്കണ്ടേ. ഈ സ്റ്റീൽ പാത്രങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം ഇതൊന്നും ഇപ്പോൾ ഗ്യാസിൻ്റെ മേലെ അടുപ്പിൻ്റെ മേലെ ഒന്നും വെക്കാനായിട്ട് പറ്റില്ല. ഈ സ്റ്റീൽ ഗ്യാസിൻ്റെ മേലെ വെച്ചതിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചട്ടി, ആ സ്റ്റീലിൻ്റെ ഒരു ചട്ടിയിലായിരുന്നു, അത് ഞാൻ ഗ്യാസിൻ്റെ മേലെ വെച്ച് കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്റ്റീൽ പാത്രം ഒന്നും ഇപ്പോൾ ഗ്യാസിൽ വെക്കാറില്ല. പിന്നെ ഇപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അത് തുരുമ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈശ്വര, അതിൻ്റെ പണിയൊക്കെ കഴിയുന്ന തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അതെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആവശ്യത്തിന് പാത്രങ്ങൾ ഉണ്ട് ഇപ്പോൾ. പിന്നെ എന്തിനപ്പോൾ ഇതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും എടുക്കാത്തത്. എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ള ചാൻസ് കിട്ടുമ്പോൾ അപ്പോൾ എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭാഗം ക്ലീൻ ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. അവിടുത്തെ ചട്ടിയും കാലം പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അവിടെയൊക്കെ ഒന്ന് ആ പാത്രങ്ങളും എല്ലാതും ഒന്ന് പൊടി തട്ടി എടുത്ത് വെച്ചു കേട്ടോ. എല്ലാതും പൊടി തട്ടിയിട്ട് തന്നെ എടുത്ത് വെക്കണേ, കഴുകണമെന്നില്ല, പൊടി തട്ടിയിട്ട് തന്നെ വെക്കണുള്ളൂ കേട്ടോ. കഴുകാനൊന്നും ഇപ്പം വയ്യ. അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചില്ല കേട്ടോ ഈശ്വര ഇത്രയും പണി ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു പോയി, ഈശ്വര വേണ്ടായിരുന്നു, എല്ലാം അതത് സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോയി കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും എപ്പോഴാണെങ്കിലും ഞാൻ തന്നെ വൃത്തിയാക്കണ്ടേ, അതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാൻ തന്നെ നിന്നു കേട്ടോ. എന്തായാലും മെനക്കെട്ടു. അപ്പോൾ അങ്ങോട്ട് മൊത്തത്തിലാണ് ക്ലീൻ ചെയ്യുക. മൊത്തത്തിൽ ഞാൻ അടുക്കളേനെ ഒന്ന് തിരിച്ചു വെക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് അടുക്കളയിൽ ഒന്ന് മാറ്റണം. എനിക്ക് എങ്ങനെ വെച്ചാലും എനിക്കൊരു തൃപ്തികരമായിട്ട് തോന്നണില്ല കേട്ടോ. കാരണം ഇപ്പം വീഡിയോ ഒക്കെ എടുക്കണ കാരണം തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു വൃത്തി തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ വട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും പൊടിയാണ് കേട്ടോ അതിൻ്റെ അടിയിലുണ്ടായിരുന്നത്. ഈ 3 ഭാഗം ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ പൊടിയാണ് കേട്ടോ. അത് ഒരു മുറ്റത്തുള്ള പൊടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഈ ടേബിളും പിന്നെ അതുപോലെ തന്നെ ഒരു ഡെസ്കും ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഇനി വലിച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ റൗണ്ടിൽ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഉരലുണ്ടല്ലോ, നെല്ലും അതൊക്കെ കുത്തണ ഉരലുണ്ടാവില്ലേ, അതാണ് കേട്ടോ. ഞാൻ ഈ സാധനമൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കണ്ടത്. ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. ഒലക്ക ഉണ്ട്, അത് അവർ റൂമിനുള്ളിൽ വെച്ച് പൂട്ടിയിട്ട് കിടക്കും. അപ്പോൾ അടിച്ചു വരാൻ്റെ ഒപ്പം തന്നെ ഞാൻ മാറാലൊക്കെ തട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടൊക്കെ ഉണ്ട്. ആ ജനൻ്റെ പോലത്തെ സംഭവം കണ്ടോ, അതിലൊക്കെ അവിടെയാണ് പൊടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുരങ്ങന്മാരുടെ ശല്യം കാരണം ഞാൻ അവിടെ നിർത്തൊക്കെ മാറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിനടുത്ത് ഞാൻ അപ്പുറത്തേക്കൊന്ന് മാറ്റി വയ്ക്കാനായിട്ടാണ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോഴല്ലേ എനിക്ക് ആകെ ഇവിടെ മാറ്റണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈശ്വരൻ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ആരുടെ സഹായം ഇല്ലാതെ ഞാൻ ബാഹുബലിനെ പോലെ ഫ്രിഡ്ജൊക്കെ തള്ളി നീക്കുന്നുണ്ട് കേട്ടോ. തള്ളി നീക്കി കൊണ്ടിട്ട് ഞാൻ ചമ്മിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താ ബാഹുബലിക്ക് ഫ്രിഡ്ജ് തള്ളലാണ് പണി ഉണ്ടായിരുന്നുള്ളത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് തള്ളി കഷ്ടപ്പെട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് ചമ്മിപ്പോയത് എന്താണെന്നറിയോ, ഈ ഫ്രിഡ്ജിൻ്റെ വയറുണ്ടല്ലോ, നമ്മൾ ഈ പ്ലഗിൽ കുത്തണ വയർ, അതങ്ങോട്ട് എത്തണില്ല. വീണ്ടും ഞാൻ ചമ്മിപ്പോയി. അത് അവിടെ തന്നെ വെച്ചോട്ടെ, ഞാൻ എവിടെ ഇരിക്കണ്ടായിരുന്നു അവിടെ തന്നെ കൊടന്ന് തള്ളി അവിടെ തന്നെ കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എനിക്ക് വീണ്ടും ഒരു ചേഞ്ച് വരുത്തണം തോന്നി കേട്ടോ. അപ്പം ഞാൻ ആ മേശ ഉണ്ടല്ലോ, ഒരു ടേബിൾ ഉണ്ടായിരുന്നില്ല, അതിനൊക്കെ അഴിച്ച് മാറ്റി അത് ഞാൻ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കേട്ടോ. അത് അവരുടെ ടേബിളാണ്, അതൊക്കെ ഞാൻ അഴിച്ച് വെച്ച് ഭദ്രമാക്കി അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പോയിട്ട്. എന്നിട്ട് ഈ ഒരു ബെഞ്ച്, ഈ ഒരു ഡെസ്ക് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാനിതാ മുണ്ടും കാര്യങ്ങളൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നമ്മുടെ ഗ്യാസിനെ അങ്ങോട്ട് വെച്ചു കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു തൃപ്തികരമായി തോന്നിയത്. പിന്നെ ഈ അടുപ്പ് തിരിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇത്ര ഗ്യാസും വെച്ച് കത്തിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊന്നും കത്തിക്കാൻ പാടില്ല എന്നാണ് പറയണത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്ത് വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ ഈ ഗ്യാസിൻ്റെ തൊട്ടടുത്ത് തന്നെ മേലെ ഭാഗത്ത് തന്നെ കയറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ വന്നൊരു ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റിസ്ക് എടുക്കാൻ നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ട് ഞാൻ കാര്യമില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ നമ്മുടെ ഫ്രിഡ്ജ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ മൂലക്കിലിരിക്കുന്ന എൻ്റെ ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഗ്യാസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഗ്യാസിൻ്റെ സിലിണ്ടർ ഇതവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം കുടവും അണ്ടാവും ഒക്കെ ഈ ഭാഗത്തേക്ക് ഈ മൂലക്കിൽ തട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബെഞ്ച് അതാ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് ഇരിക്കാമല്ലോ ഇനി. അപ്പോൾ അത് അടുപ്പിൻ്റെ മേലെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ മാറ്റിയിട്ടോ ഞാൻ. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഇപ്പോഴാണ് എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നിയത്. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.